നമസ്കാരം. കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ജയിലുകളിലെ ശിക്ഷാ തടവുകാർക്ക് അവരുടെ ദിവസക്കൂലി, അവർ ജോലി ചെയ്യുന്നതിനുള്ള ദിവസക്കൂലി 10-15 ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്ത ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ കേട്ടത്. ഇതിപ്പോൾ ജയിലിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതത്തിൽ നിന്നാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ജനങ്ങളുടെ നികുതി വരുമാനത്തിൽ നിന്നാണ് ഈ ഒരു കൂലി വർധന പ്രാബല്യത്തിൽ വരുത്തുന്നത് എങ്കിൽ അത് വലിയ തോതിലുള്ള തിരിച്ചടി സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്, തുണികൾ, അതുപോലെ തന്നെ പശു പാല് വിൽക്കുന്നുണ്ട്, അതുപോലെ നിരവധി ഉൽപ്പന്നങ്ങൾ ജയിലുമായി ബന്ധപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും തടവുകാരൊക്കെ തന്നെ ജോലി ചെയ്ത് വിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു വിഹിതത്തിൽ നിന്നാണെങ്കിൽ വലിയ പ്രതിസന്ധിയില്ലാതെ പോകാം എന്നുള്ളതാണ്. ഏതാണ്ട് 2 ലക്ഷം രൂപയ്ക്കടുത്ത് ഒരു ദിവസം ഈ ഇത്രയും തടവുകാർക്ക് ഈ കൂലി വർധനയുമായി ബന്ധപ്പെട്ട ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടാകുന്നത്. അതിൽ കൂടുതലേ വരും. അപ്പം ഇത് എവിടുന്നാണ് ഈ പണമെടുത്ത് ഇവർക്ക് കൊടുക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒന്നിനും പണമില്ല, കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് മണിക്കൂറിന് 30 പ്രാവശ്യം പറയുന്ന സർക്കാർ മന്ത്രിമാരും അതുപോലെ മുഖ്യമന്ത്രിയും ഒക്കെ ഈ ജയിലിലെ ആൾക്കാർക്ക്, ജയിലിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട പരിഗണനയും അർഹതയും അവർക്ക് നല്ല ഭക്ഷണവും അവർ ചെയ്യുന്ന ജോലിക്ക് കൂലിയും ഒക്കെ തന്നെ നൽകേണ്ടതാണ്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ജയിലിലേക്ക് ആൾക്കാരെ ആകർഷിക്കും എന്ന് പറയുന്നു. കാരണം പുറത്തേക്കാൾ കൂലി അകത്ത് ജയിലിൽ കിടക്കുന്ന ശിക്ഷാ തടവുകാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഞാനും ഞങ്ങളുടെ എഡിറ്റർ സുമേഷ് മാർക്കോപോളോയും 19 ദിവസം എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിൽ കിടന്നവരാണ്. ഞങ്ങൾക്ക് ജയിലിലെ കാര്യങ്ങളൊക്കെ അറിയാം. ഇത് പറഞ്ഞുകൊണ്ട് ജയിലിലെ ആ ഭക്ഷണകാര്യവും ജയിലിലെ ആൾക്കാരെ വളരെ മാന്യമായി പെരുമാറുന്ന കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനന്ന് ജോലി ചെയ്തിരുന്ന മറുനാടൻ മലയാളിയിൽ ഞാനൊരു വാർത്ത ചെയ്തപ്പോൾ അതിന് ചുവട്ടിൽ വന്ന ഏതാണ്ട് ഒരു 40% കമന്റുകൾ, നമ്പൂതിരി, നിങ്ങൾ ജയിലിലേക്ക് ആൾക്കാരെ ആകർഷിക്കരുത്, ജയിലിലെ സുഖസൗകര്യങ്ങൾ അല്ലെങ്കിൽ ജയിലിലെ ഭക്ഷണക്രമങ്ങൾ വിവരിച്ച് ആളുകളെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കരുത് എന്ന് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പറയുകയുണ്ടായി. ഈ കൂലിവർദ്ധനവും ഒരു തരത്തിൽ പറഞ്ഞാൽ ജയിലിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നുണ്ടോ എന്നുള്ള സംശയവും ഇവിടെ നിലനിൽക്കുകയാണ്. ആ വാർത്ത ഇതാണ്: കൂലി കുത്തനെ കൂട്ടി, തടവുകാർ ഹാപ്പി എന്നുള്ളതാണ് ഒരു പത്രക്കട്ടിങ്. 168 നിന്ന് 620 രൂപയിലേക്കൊക്കെയാണ് കൂലി ഉയർന്നത്. സംസ്ഥാനത്തെ തടവുകാരുടെ കൂലിയിൽ വൻ വർധന. വിദഗ്ധ തൊഴിലാളികൾക്ക് നിലവിലെ 168 രൂപ എന്നതിൽ നിന്ന് ഇപ്പോൾ 620 രൂപയാക്കി. ഭാഗിക വൈദഗ്ധ്യമുള്ളവർക്ക് 560 രൂപയും ഒട്ടും വൈദഗ്ധ്യമില്ലാത്തവർക്ക് 530 രൂപയുമാണ് പുതിയ കൂലി. ഇപ്പോൾ യഥാക്രമം 127, 63 എന്നിവയാണ് നൽകുന്നത്. 2015 21 രൂപ മുതൽ 117 വരെയാണ് തടവുകാർക്ക് നൽകിയിരുന്നത്. അതിന്റെ ഒരു വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു കുറിപ്പ് ഇതേ ചേർത്ത് എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ ചില അശാസ്ത്രീയമായ ഇത്തരം ചില നടപടികളെ കുറിച്ചാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഏറ്റവും അധികം ലോകത്ത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായ വെനസ്വല, അവിടുത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അന്തംഗമ്മി ഭരണം ഒരു രാജ്യത്തെ എവിടെ എത്തിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. കേരളത്തിൽ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ UDF ഭരണം അവസാനിക്കുമ്പോൾ സംസ്ഥാനം ചെലവഴിക്കാനായി എടുത്ത കടം 1,30,000 കോടിയോ മറ്റോ ആയിരുന്നു. 10 കൊല്ലം കഴിയുമ്പോൾ ആ കടസംഖ്യ 6 ലക്ഷം കോടിയാണ്. സ്റ്റേറ്റിന്റെ റിസോഴ്സ് മാനേജ്മെന്റോ മണി മാനേജ്മെന്റോ ഭരണമോ അറിയാത്ത ശപ്പന്മാർ 10 കൊല്ലം ഭരിച്ചതിന്റെ ഗുണം ഓരോ പൗരന്മാരും 2 ലക്ഷം രൂപ വീതം കടക്കാരായി എന്നതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ചപ്പാത്തി, കോഴിക്കറി, ബിരിയാണി, പച്ചക്കറി, ചില ഫർണിച്ചർ ഒക്കെ തന്നെ ജയിലിൽ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. 10 ലക്ഷത്തിലധികം രൂപയുടെ ബിസിനസ് ജയിലുകളിൽ നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ശമ്പളം ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്നതിനെ അനുകൂലിക്കുന്നു. അതല്ല നികുതി പണമെടുത്താണ് കളിയെങ്കിൽ അതിനെ വെനസ്വലൻ മോഡൽ ഊളത്തരം എന്നേ വിശേഷിപ്പിക്കാൻ കഴിയൂ. വെനസ്വലയിൽ അമേരിക്കൻ ആക്രമണം ഉണ്ടായപ്പോൾ കേരളത്തിൽ വേദനിച്ചത് ആർക്കാണ് എന്നുകൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കുക എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇതൊരു അശാസ്ത്രീയമായ ഒരു കൂലി കൂട്ടലായിപ്പോയി അല്ലെങ്കിൽ വേതന വർധനയായിപ്പോയി എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത്. പിന്നെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത് ജയിലിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ടാണ് ഈ കൂലി കൂട്ടുന്നത് എങ്കിൽ, അല്ലെങ്കിൽ തന്നെ നല്ല ഭക്ഷണം, നല്ല രീതിയിലുള്ള അന്തരീക്ഷങ്ങളൊക്കെ തന്നെ ജയിലിലുണ്ട്. ഭക്ഷണത്തിന് തന്നെ ആഴ്ചയിൽ മട്ടൺ ഉണ്ട്, അതുപോലെ ചിക്കന്, മീന്, അങ്ങനെയുള്ള സംഭവങ്ങൾ, പച്ചക്കറി, എന്തും ഇഷ്ടം പോലെ.
അപ്പൊ അതിനൊക്കെ പണം വേണം. അപ്പം ഇത്രയും തടവുകാരെ ഇങ്ങനെ തീറ്റി പോറ്റണോ എന്നുള്ള ചോദ്യം അപ്പുറത്ത് നിൽക്കുകയാണ്. ഗോവിന്ദസ്വാമിയുടെയൊക്കെ ശരീരഭാരം കിലോ കണക്കിന് പിന്നെയും വർദ്ധിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. നടക്കട്ടെ കാര്യങ്ങൾ. പക്ഷേ ഇത് വലിയ ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഇടുമോ എന്നുള്ള, കാരണം ജയിലിൽ കിടക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് വ്യക്തമല്ല. എന്നാൽ പോലും ഇത്തരത്തിൽ ഒരു കൂലി വർധന ഈ ഒരു സമയത്ത് വേണമായിരുന്നോ എന്ന് ചോദിക്കുന്ന ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും നേതാക്കളും